കേന്ദ്ര സർക്കാർ സ്കൂളുകളിൽ 7267 ഒഴിവുകൾ അധ്യാപക അനധ്യാപക തസ്തികകളിലായിട്ടാണ്. ഇതിൽ അസിസ്റ്റന്റ് മുതൽ പ്രിൻസിപ്പൽ വരെയുള്ള ഒഴിവുകളുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. 2025 ഒക്ടോബർ 23 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഡൽഹി നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റഡീസിന് കീഴിലുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഈ വേക്കൻസികൾ. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഒക്ടോബർ 23 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ആകെ ഒഴിവുകൾ 7267, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 3962, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 1560, പ്രിൻസിപ്പൽ 225, ഹോസ്റ്റൽ വാർഡൻ 635, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് 146, അക്കൗണ്ടന്റ് 61 എന്നിങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം. പ്രായം പറഞ്ഞിട്ടുള്ള ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഹോസ്റ്റൽ വാർഡൻ, നഴ്സ് എന്നീ പോസ്റ്റിലേക്ക് 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് 40 വയസ്സ് വരെയും പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് 50 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് തസ്തികകളിലേക്ക് 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി നേരിട്ട് മനസ്സിലാക്കുക. യോഗ്യതയോട് നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലെ PG ബിരുദവും BEഡും ഉണ്ടായിരിക്കണം. 12 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിലേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലുള്ള ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും അതോടൊപ്പം BEഡ് അല്ലെങ്കിൽ MEഡ് ഉണ്ടായിരിക്കണം. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അതാത് വിഷയങ്ങളിലെ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബിരുദവും അല്ലെങ്കിൽ PG അതോടൊപ്പം BEഡ് അല്ലെങ്കിൽ MEഡ് ഉണ്ടായിരിക്കണം. CTET ക്വാളിഫൈ ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. നഴ്സ് പോസ്റ്റിലേക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. സംസ്ഥാന നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 50 ബെഡെങ്കിലുള്ള ഒരു ഹോസ്പിറ്റലിലുള്ള 2.5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഹോസ്റ്റൽ വാർഡൻ പോസ്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് BCom ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ സെക്രട്ടറി പോസ്റ്റിലേക്ക് +2 ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ലാബ് അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് SSLCയും ഡിപ്ലോമ ഇൻ ലാബ് ടെക്നോളജി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ +2 സയൻസ് ആയാലും മതിയാവും. ഇത്രയാണ് വേണ്ട യോഗ്യത. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. 2025 ഒക്ടോബർ 23 അവസാന തീയതി എന്ന് പറഞ്ഞു. അപേക്ഷാ ഫീസുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സും പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 500 രൂപ നൽകണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മറ്റു ഫീസൊന്നും നൽകേണ്ടതില്ല. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും 500 രൂപയ്ക്ക് പുറമെ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് 2000 രൂപയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പോസ്റ്റിലേക്ക് 1500 രൂപയും ബാക്കി എല്ലാ തസ്തികയിലേക്കും 1000 രൂപയും 500 രൂപയോടൊപ്പം നൽകണം എന്ന കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. വെബ്സൈറ്റ് ഞാൻ പറയാം, www.nestS.tribal.gov.in. അവസാന തീയതി ഒക്ടോബർ 23. താങ്ക് യു.